നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അടക്കമുള്ള 32 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അടുത്ത ആഴ്ച പുനഃപരിശോധിക്കുന്നതായിരിക്കും. ഓരോ രാജ്യങ്ങളിലെയും നിലവിലെ കോവിഡ് സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. വിലക്കുള്ള പട്ടികയിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയോ ഇപ്പോഴുള്ളവ ഒഴിവാക്കപ്പെടുകയോ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ അടക്കം വിലക്കുള്ള രാജ്യങ്ങളിൽ നിലവിൽ നേരിട്ട് കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായിരുന്നില്ല. വിലക്കില്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസം താമസിച്ച ശേഷം കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സവുമില്ല. എന്നാൽ കോവിഡ് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള പരിശോധനാ ഫലം ഹാജരാക്കുകയും ചെയ്യണം. കുവൈറ്റ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ അനുസരിച്ചായിരിക്കും വാണിജ്യ വിമാന സർവീസുകളുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ മേധാവി താരിഖ് അൽ മുസ്രം പറഞ്ഞു. കുവൈറ്റ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും തന്നെ കൃത്യമായ നിബന്ധനകളോടെ പ്രവാസികളെ തങ്ങളുടെ രാഷ്ട്രങ്ങളിലേക്ക് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ വീടുകളിലോ മറ്റിടങ്ങളിലോ ഉള്ള ക്വാറന്റൈൻ സംബന്ധിച്ച കാര്യങ്ങളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും തീരുമാനം. വിമാനയാത്രാ വിലക്കിന്റെ കാര്യത്തിൽ ഓരോ രാജ്യങ്ങളിലെയും കോവിഡ് വ്യാപനം കൂടുന്നതും കുറയുന്നതുമാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം സർക്കാർ മേഖലയിൽ 48 ഏജൻസികളിലെ 1283 വിദേശികളുടെ തൊഴിൽ കരാർ കുവൈറ്റ് റദ്ദാക്കുന്നതായിരിക്കും. സ്വകാര്യവൽക്കരണ പദ്ധതി ഭാഗമായി അത്രയും പേരെ സർക്കാർ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുന്നോടിയായി അവരുടെ ശമ്പളത്തിനായുള്ള ബജറ്റ് വിഹിതം മരവിപ്പിക്കുകയും ചെയ്തു. 15 മന്ത്രാലയങ്ങളിലെ 626 പേരെയാണ് ഒഴിവാക്കുന്നത്. അവരിൽ ജലം വൈദ്യുതി മന്ത്രാലയത്തിൽ 130 പേരും, ആരോഗ്യ മന്ത്രാലയത്തിൽ 123 പേരും, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ 101 പേരും, നീതിന്യായ മന്ത്രാലയത്തിൽ 84 പേരും, ആഭ്യന്തര മന്ത്രാലയത്തിൽ 70 പേരും, ഔക്കാഫ് മന്ത്രാലയത്തിൽ 48 പേരും, വാർത്താവിനിമയ മന്ത്രാലയത്തിൽ 33 പേരും ഉൾപ്പെടുന്നതാണ്. പൊതുമരാമത്ത് മന്ത്രാലയത്തിലെ 15 പേരെയും, ധനമന്ത്രാലയത്തിലെ 7 പേരെയും, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക കാര്യം എന്നീ മന്ത്രാലയങ്ങളിലെ 4 പേരെയും വീതം, ആസൂത്രണ മന്ത്രാലയത്തിലെ 3 പേരെയും, വാണിജ്യ പ്രതിരോധം എന്നീ മന്ത്രാലയങ്ങളിലെ ഒരാളെ വീതവും പിരിച്ചുവിടുന്നതായിരിക്കും. സർക്കാർ വകുപ്പുകളിലെ 49 പേരുടെ കരാറുകളാണ് റദ്ദാക്കുന്നത്. അവരിൽ നാഷണൽ അസംബ്ലിയിലെ 20 പേരും, ഓഡിറ്റ് ബ്യൂറോയിലെ 16 പേരും, ദേശീയ കലാ സാഹിത്യ സാംസ്കാരിക കൗൺസിലിലെ 6 പേരും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ, നാഷണൽ ഗാർഡ് എന്നിവിടങ്ങളിലെ 2 പേർ വീതവും, ഹത്വ സെക്രട്ടേറിയറ്റ്, കസ്റ്റംസ് വകുപ്പ് എന്നിവിടങ്ങളിലെ ഒരാൾ വീതവും പുറത്താക്കപ്പെടുന്നവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപകരാർ വ്യവസ്ഥയിലുള്ള 429 പേരുടെ തൊഴിൽ കരാറും റദ്ദാക്കുകയാണ്. കുവൈറ്റ് സർവകലാശാല 260, മുനിസിപ്പാലിറ്റി 65, സിവിൽ ഇൻഫോർമേഷൻ 21, കൃഷി മത്സ്യ വിഭാഗം 18, ഭക്ഷ്യം 12, അപ്ലൈഡ് സ്റ്റഡീസ് 10, സ്പോർട്സ് 9, ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി 7, പരിസ്ഥിതി 6, അഴിമതി വിരുദ്ധ അതോറിറ്റി 5, ഹോളി ഖുർആൻ കമ്മിറ്റി 4, ഭിന്നശേഷിക്കാർക്കായുള്ള അതോറിറ്റി 3, യുവജനകാര്യ 2, ഫിനാൻസ് ഇൻവെസ്റ്റിഗേഷൻ 2, മാൻപവർ അതോറിറ്റി 1 എന്ന കണക്കിൽ വിദേശികൾക്ക് ജോലി നഷ്ടമാകുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.